നമസ്കാരം. അദാനി ഗ്രൂപ്പിലെ ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം 0.5% ഉയർന്ന് 1527 ക്ലോസിംഗ് നൽകി. അദാനി ഗ്രീൻ എനർജിയിൽ കമ്പനിയുടെ പ്രൊമോട്ടറായ ഗൌതം അദാനിയും അദ്ദേഹത്തിന്റെ ഫാമിലിയും $1 ബില്യൺ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇതിനായി കമ്പനി പ്രൊമോട്ടേഴ്സിന് പ്രിഫറൻഷ്യൽ ഷെയറുകളോ കൺവെർട്ടബിൾ ഡിബഞ്ചറുകളോ ഇഷ്യൂ ചെയ്തേക്കും. ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് ഡിസംബർ 26 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗും വിളിപ്പിച്ചിട്ടുണ്ട്. അദാനി ഗ്രീൻ എനർജിക്ക് മുകളിലുള്ള ഡെപ്റ്റ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ റീഫിനാൻസിംഗ് റിസ്ക് കുറയ്ക്കുന്നതിനും വേണ്ടി കമ്പനി തുടർച്ചയായി ഫണ്ട് റൈസ് ചെയ്യുകയാണ്. കഴിഞ്ഞ മാസവും 8 ബാങ്കുകളുടെ കൺസോർഷ്യത്തിന്റെ മേൽനോട്ടത്തിൽ അദാനി ഗ്രൂപ്പ് ഏകദേശം $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അദാനി ഗ്രീൻ എനർജിയിൽ നടത്തിയിരുന്നു. 2030 45 ജിഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി കമ്പനിയായി മാറുക എന്നുള്ള ടാർഗറ്റാണ് അദാനി ഗ്രീൻ എനർജിക്കുള്ളത്. കൂടാതെ അടുത്ത വർഷം കമ്പനി ഇഷ്യൂ ചെയ്ത ചില ബോണ്ടുകളുടെ മച്യൂരിറ്റി ഡേറ്റും വരുന്നുണ്ട്. അവിടെയും കമ്പനിക്ക് മച്യൂരിറ്റി ഡേറ്റിൽ ബോണ്ട് ഇഷ്യൂ വഴി പേ ചെയ്യുന്നതിന് വേണ്ടി $1.2 ബില്യൺ ഫണ്ട് ആവശ്യമായി വരും. ഇതിനായും കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നു. അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനിയിൽ പല ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായതും റീസെന്റ് കമ്പനിയുടെ ശ്രീലങ്ക പോർട്ട് പ്രോജക്ടിന് US ഫണ്ടിംഗ് ലഭിച്ചതും അദാനി ഗ്രീൻ എനർജിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. സ്റ്റോക്ക് 1500 ട്രേഡ് ചെയ്യുന്നു. 1250 എന്ന സ്റ്റോക്കിന്റെ പ്രധാന റെസിസ്റ്റൻസിൽ നിന്നും കൺസോളിഡേഷൻ ബ്രേക്ക്ഔട്ട് വരികയും അതിനുശേഷം സ്റ്റോക്ക് 1500 കൺസോളിഡേറ്റ് ചെയ്യുകയുമാണ്. ഇവിടെ സ്റ്റോക്കിന് 1300, 1250 തുടങ്ങിയ ലെവലുകളായിരിക്കും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. സ്റ്റോക്കിന്റെ 52 വീക്ക് ഹൈ 2000. രണ്ടാമത്തെ സ്റ്റോക്ക് അദാനി വിൽമാർ. അദാനി വിൽമാർ കഴിഞ്ഞ ദിവസം 3.91% ഉയർന്ന് 365 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 47,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 368. 52 വീക്ക് ഹൈ 627, 52 വീക്കിലോ 285. എഡിബിൾ ഓയിൽ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട ഡേറ്റ് എക്സ്റ്റൻഷൻ ഗവൺമെന്റ് നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് അദാനി വിൽമാർ ഉൾപ്പെടെയുള്ള എഡിബിൾ ഓയിൽ സെക്ടറിലെ കമ്പനികളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. പതഞ്ജലി ഫുഡ്സ് കഴിഞ്ഞ ദിവസം 5.55% ഉയർന്നു. കൃതി ന്യൂട്രിയൻസ് 7.42%, ശ്രീ ഗ്യാങ് ഇൻഡസ്ട്രീസ് ആൻഡ് അലൈൻഡ് പ്രോഡക്റ്റ് ലിമിറ്റഡ് 4.97% ഉയർന്നു. കുറഞ്ഞ ടാക്സ് റേറ്റിൽ എഡിബിൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഡേറ്റ് 2025 മാർച്ച് മാസം വരെ ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്തതാണ് അദാനി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണം. മുമ്പ് ഇത് 2024 മാർച്ച് മാസം വരെയായിരുന്നു. അവിടെ നിന്നും ഒരു വർഷത്തേക്കാണ് ഗവൺമെന്റ് എഡിബിൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള കാലാവധി നീട്ടി നൽകിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ലോവർ ഡ്യൂട്ടി സ്ട്രക്ചറിൽ ക്രൂഡ് പാം ഓയിൽ, ക്രൂഡ് സൺഫ്ലവർ ഓയിൽ, ക്രൂഡ് സോയ ഓയിൽ എന്നിവയുടെ ഇമ്പോർട്ട് വർദ്ധിക്കും. ഇതോടൊപ്പം തന്നെ ബേസിക് ഇമ്പോർട്ട് ഡ്യൂട്ടിയിലും ഗവൺമെന്റ് മാറ്റം വരുത്തിയിട്ടുണ്ട്. 17.5% നിന്നും റിഫൈൻഡ് സൺഫ്ലവർ ഓയിലിനും റിഫൈൻഡ് സോയ ഓയിലിനും മുകളിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി 12.5 കുറച്ചിട്ടുണ്ട്. ഇവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടിക്ക് മുകളിൽ ഉണ്ടായിരിക്കുന്ന റിഡക്ഷൻ മൂലം ആഭ്യന്തര വിപണിയിലും എഡിബിൾ ഓയിലിന്റെ വില കുറയാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫുഡ് ഇൻഫ്ലേഷനും റെഗുലേറ്റ് ആകാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം അദാനി വിൽമാർ എന്ന സ്റ്റോക്ക് ഇൻട്രാഡേയിൽ 5.2% ഉയർന്നതോടുകൂടി കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 47,503 കോടിയിലേക്ക് എത്തി. FMCG ഫിമായ പതഞ്ജലി ഫുഡ്സ് 5.5% ഉയർന്നതോടുകൂടി മാർക്കറ്റ് ക്യാപ്പ് 58,139 കോടിയും സോയ ഓയിൽ സെല്ലറായ കൃതി ന്യൂട്രിയൻസ് 7.42% ഉയർന്നതോടുകൂടി മാർക്കറ്റ് ക്യാപ്പ് 58,139 കോടിയും മറികടന്നു. വെജിറ്റബിൾ ഓയിൽ സെല്ലറായ ശ്രീ ഗ്യാങ് ഇൻഡസ്ട്രീസ് ആൻഡ് അലൈൻഡ് പ്രൊഡക്ട്സ് എന്ന സ്റ്റോക്കിൽ 4.97% റാലി വന്നു. 213 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനി മറികടന്നത്. അദാനി വിൽമാറിനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ്, പ്രൊമോട്ടർ ഈ കമ്പനിയുടെ 1.24% സ്റ്റേക്കുകൾ ഓഫ് ലോഡ് ചെയ്യും എന്നുള്ള വാർത്തയാണ്. ഇവിടെ ഒരു കമ്പനിയിൽ മിനിമം 25% പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് പ്രൊമോട്ടേഴ്സ് 1.24% സ്റ്റേക്കുകൾ ഓഫ് ലോഡ് ചെയ്യുന്നത്. ഏകദേശം 1,61,00,000 ഇക്വിറ്റി ഷെയറുകളായിരിക്കും പ്രൊമോട്ടർ ഓഫ് ലോഡ് ചെയ്യുക. അതിന്റെ പശ്ചാത്തലത്തിൽ അദാനി വിൽമാർ എന്ന സ്റ്റോക്കിനെ വരും സമയങ്ങളിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ പ്രൊമോട്ടർ സ്റ്റോക്ക് ഓഫ് ലോഡ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. 365 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 330, 325 ഒരു പ്രധാന സപ്പോർട്ടാണ്. സ്റ്റോക്കിന്റെ ഏറ്റവും പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ട് 300 രൂപ.
അദാനി വിൽമാർ എന്ന കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ അതേ മാസത്തെ വിലയ്ക്ക് അടുത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. പക്ഷേ OFS വരാൻ അല്ലെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഫ്രഷ് പൊസിഷൻ എടുക്കുന്നവർ ഈ ഓഫ്ലോഡിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. ഇവിടെ നിന്നും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ബോട്ടം ഔട്ട് ഫോർമേഷൻ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് അദാനി ടോട്ടൽ ഗ്യാസ്. അദാനി ടോട്ടൽ ഗ്യാസ് കഴിഞ്ഞ ദിവസം 1.2% ഉയർന്ന് 997 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 4000 രൂപയുടെ 52 വീക്ക് ഹൈ ഉള്ള സ്റ്റോക്കിന്റെ 52 വീക്കിലോ 522, 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 191.75. അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആൻഡ് കംപ്ലയൻസ് ഓഫീസർ കഴിഞ്ഞ ദിവസം ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ്. കമ്പനിയുടെ കംപ്ലയൻസ് ഓഫീസറായ ഗുഞ്ചൻ താക്ക് എന്ന വ്യക്തിയാണ് കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തത്. ഇതിനു മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ അടുത്ത ട്രേഡിംഗ് സെഷനിൽ, അതായത് ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 1000 രൂപ എന്ന സ്റ്റോക്കിന്റെ ഒരു പ്രധാന റെസിസ്റ്റൻസിനെ മറികടന്നതായിരുന്നു. പക്ഷേ സ്റ്റോക്ക് വീണ്ടും 1000 എന്ന ലെവലിന് അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ 750 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 750-800 എന്ന റേഞ്ച് സ്റ്റോക്കിന്റെ ഒരു പ്രധാന സപ്പോർട്ടുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്